ഇന്ന് യേശു നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ച് വയ്ക്കുകയാണ്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിന് തെളിവിതാണ്, നിങ്ങളെൻ്റെ കൽപ്പനകൾ സ്വീകരിക്കണം, അത് പാലിക്കണം. അവരാണ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവ്. ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ എത്ര പേര് തയ്യാറാണ്? ആ ചോദ്യത്തിന് മുമ്പിലാണ് നമ്മളൊക്കെ ഉത്തരം കൊടുക്കേണ്ടത്. നമ്മൾ ഒത്തിരി പ്രാവശ്യം യേശുവിനോട് പറയുന്നുണ്ട്, യേശു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ആ സ്നേഹം പ്രകടമാക്കാൻ വേണ്ടി ഒത്തിരി നേർച്ചകളിടുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ ഒത്തിരി ഭക്തകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതെന്ന് കാണിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുറമേ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രകടമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും കാര്യമില്ല എന്നാണ് ഇന്നത്തെ ഗോസ്പല്. യേശുവിന് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തെളിവ് വേണ്ടത് നമ്മൾ ചെയ്യുന്ന കുറേ അഭിനയങ്ങളിലല്ല, മറിച്ച് അവൻ്റെ നിയമം സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നതാണ്. എന്താണ് ഈ നിയമം? നിയമം ഒന്നേ ഉള്ളൂ, അത് സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കുന്നു എന്ന വാക്കിനർത്ഥം എന്തുമാത്രം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ തോറ്റു എന്നതിന് ഉത്തരവാണ്. എന്തുമാത്രം നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ ഈഗോയെ ഇല്ലാണ്ടാക്കി എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. എന്തുമാത്രം നിങ്ങൾ താഴ്ന്നിറങ്ങി മനുഷ്യരുടെ മുമ്പിൽ ഒന്നുമില്ലാതായി എന്നതിൻ്റെ ഉത്തരമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് എത്ര പ്രാവശ്യം തോറ്റു എന്നും എത്ര പ്രാവശ്യം ഇല്ലാണ്ടായി എന്നും എത്ര പ്രാവശ്യം മനുഷ്യരുടെ മുമ്പിൽ ഒന്നുമില്ലാതായി എന്നുള്ളതിൻ്റെയൊക്കെ തെളിവിലൂടെയാണ്. കാണുന്നില്ലേ, ഏറ്റവും മനോഹരമായി സ്നേഹിച്ച ഒരാൾ ദിവ്യകാരുണ്യമായി മാറിയത്. ഇതിനേക്കാളും അപ്പുറം ദൈവത്തിന് ചെറുതാകാനും സ്നേഹിക്കാനും എങ്ങനെ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൊടുക്കേണ്ടത് അവൻ നിയമം പാലിച്ചുകൊണ്ടാണ്, സ്നേഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ മാധവിക്കുട്ടി പറഞ്ഞത്, എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ വേണം. എൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് നിങ്ങൾ പൂക്കൾ വെച്ചിട്ട് എന്ത് കാര്യം? പൂക്കൾ വയ്ക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കല്ലറയ്ക്ക് മുമ്പിലെ പൂക്കളല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോഴുള്ള പ്രകടനങ്ങളാണ് സ്നേഹം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.